അഭിനയ തികവുകൊണ്ട് മലയാളിയെ എന്നും അത്ഭുതപ്പെടുത്തിയ നടിയാണ് മഞ്ജു വാര്യർ. ഒപ്പം മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളിൽ അമല എന്ന നടിക്കുള്ള സ്ഥാനം മാറ്റിവെക്കാനാകില്ല. ഇരുവരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മോടൊപ്പം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. മലയാളം കണ്ട ഏറ്റവും മികച്ച 2 നടിമാർക്കൊപ്പമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിന് ഞാൻ ആദ്യം നിങ്ങളുടെ ചോയ്സിന് വിടുക. ആരോട് വേണം ഞാൻ ആദ്യം ചോദ്യം ചോദിക്കാൻ? ശരിയാണ്, കാരണം ഞങ്ങൾ മലയാളികൾ എപ്പോഴും ആതിഥേയ മര്യാദയ്ക്ക് വളരെ പേരുകേട്ട ആൾക്കാരാണ്. സൈറ ബാനുവിലൂടെ വീണ്ടും തിരിച്ചു വരികയാണ് മലയാളത്തിലേക്ക്. 2 ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും അമല എന്ന് പറയുന്ന ആക്ട്രസിനുള്ള സ്ഥാനം വളരെ വലുതാണ്. എങ്ങനെയായിരുന്നു സൈറ ബാനുവിലേക്ക് എത്തിയത്? My earlier experiences in Malayalam were wonderful. Right? I think my best films for me as an actor were both in Malayalam. And so naturally when Anthony Soni approached me with this role, I got very excited. In between, when I did get some offers from Malayalam cinema, I was in a different frame, like my child was small and I was building my hospital and I was in a different zone. So when this offer came, I think it was a perfect time. I was also available, I was also interested. I was looking for interesting roles as a woman my age. We don't get so many interesting roles, you know. And I know Malayalam cinema offers women a platform to showcase very strong characters. And of course he said Manju is doing the film, so I was very excited. അമല കൂടി ഈ സിനിമയിൽ ഭാഗമാകുന്നു എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? ഇതിൻ്റെ തുടക്കത്തിലുള്ള ഡിസ്കഷൻ സമയത്ത് വേറെ രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അമല മാമിനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കഥ പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ ദൈവമേ എന്നെ ഒന്നും അറിയണം കൂടി ഉണ്ടാവില്ല, കഥയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് മാം ഇത് സമ്മതിക്കണേ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എനിക്ക്. നാഗ് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെയല്ല. മലയാളം സിനിമകളൊക്കെ തുടർച്ചയായിട്ട് കാണാറുണ്ടോ? ഞാൻ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല അമല മാമുമായിട്ട്. ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഫിലിം ഫെയർ അവാർഡിന് 97 ആ സമയത്ത് എനിക്ക് ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്ന വർഷം ഞാൻ ഹൈദരാബാദിൽ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ മുമ്പിലുള്ള റോയിൽ നാഗാർജുന സാറും അമല മാമും ഒക്കെ ഇരിക്കും. അപ്പോൾ അമല മാം യു ഹാഡ് യുവർ ഹെയർ ഷേവ്ഡ് ദാറ്റ് ടൈം, ഐ റിമെമ്പർ. അതിനുശേഷം ഞാനിങ്ങനെ പിന്നിലിരുന്നിട്ട് ഇങ്ങനെ എത്തിയൊക്കെ വലിഞ്ഞ് നോക്കിയിട്ടുണ്ട് മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അന്നാണ് ഞാൻ അങ്ങനെ കണ്ട ഒരു അനുഭവമേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ കഥ പറയാൻ പോകുന്നത് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും സമ്മതിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടിയെ നേരിട്ട് കാണാനുള്ളൊരു സന്തോഷമെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഭയങ്കര ലോട്ടറി അടിച്ച പോലെ 2 ദിവസത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അതിനുശേഷമാണ് പെട്ടെന്ന് എല്ലാവരും ഭയങ്കര സന്തോഷം, എല്ലാം ചാർജ്ഡ് അപ്പ് ആയിട്ട് വീണ്ടും ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി പിന്നെ ഇനി ഇത്ര ദിവസമുണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞാൽ അമല മാം വരും, ജോയിൻ ചെയ്യും. ഇങ്ങനെ എണ്ണി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ഞാൻ ഷൂട്ടിംഗ് നമ്മളിങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ധൈര്യമായല്ലോ. അപ്പോൾ കാരണം എനിക്കും നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ മാമിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അപ്പം മാമിൻ്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്, നാഗ് സാറിനോട് വരെ ഞാൻ ഐ തിങ്ക് ഐ ഈവൻ ആസ്ക് നാഗ് സാർ ലൈക്ക് മാമിന് എന്താണ് ഇഷ്ടം, എന്ത് ചെയ്ത് എങ്ങനത്തെ ഭക്ഷണമാണ് ഇഷ്ടം, അങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. And you are doing some social activities in these days, right? Yeah, if you call it some social activities. For the last 25 years, I've been not only running my own animal welfare organization, but I've been participating in many different socially relevant causes. Plus, I'm an ambassador for the Swachh Bharat mission as well. We do a lot of cleaning and mobilizing cleaning These days, efforts. you are so engaged in various things, right? Some social activities അല്ല, she's doing such big things. അതാണ്. No, small things, but have been doing for a long time. No, Swachh Bharat ambassador is not a small thing. This is a big thing and this is a huge mission. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡും വാങ്ങിച്ചു മാം, ലൈക്ക് വെരി റീസെന്റ്
ഓൾമോസ്റ്റ് എ വീക്ക് ബാക്ക് അല്ലേ, on Women's Day. ഓൺ വിമൻസ് ഡേ. Nari Shakti Purashkar. Oh. I think it's instituted by the Women and Child Welfare Ministry. Okay. Yeah, to recognize women across the country. Okay. And what about the Saira Banu? We will Yeah. back to that. Yeah, well, for the last 5 years or so, I've been involved with Annapurna International School for Film and Media. You know, my family, Nagarjuna's father had started, Akineni Nageshwar Rao had started Annapurna Studios in Hyderabad. Okay. And his dream was that he must create, that we should create a education platform for younger generation to enter the industry, so that they don't struggle to find a foothold, or they don't have to go abroad to study, because a lot of the education is abroad. We have created this Annapurna International School for Film and Media, and from the family side they asked me to take care of it. So I've been director of the Film and Television Institute, and I've been doing roles that have come my way in the last 5 years. Particularly Saira Banu, Care of Saira Banu was a strong character. It was a powerful, meaningful character, but you know, not the full length. I didn't have to come away for too long a period of time, and it had a character with a lot of meaning in the dialogues. When I asked for the dialogues the dialogues were so beautifully written, and they had purpose. It was like a nice breath of fresh air. I said, let me, and I love to do different things. I think that keeps your enthusiasm for life alive. So I decided, yes, I must meet Manju. I must come back to Kerala. I must eat yummy Kerala food. What's And your I favorite must food? Appam. And you're purely vegetarian, right? Yes. വീഗൻ ആണ്, വീഗൻ ഭക്ഷണ രീതിയാണ് മാം ഫോളോ ചെയ്യുന്നത്. Malayali vegetarian food is quite vegan. Meaning coconut milk is there in everything. You don't actually use milk and dairy, no? So എങ്ങനെയുണ്ടായിരുന്നു ഈ ലൊക്കേഷൻ ടൈം, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം അമല മാഡത്തെ കാണുമ്പോൾ ഒരു ഫീൽ? ഞാൻ ഇപ്പൊ ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു എനിക്ക്. എല്ലാ ദിവസവും രാവിലെ മാം സെറ്റിലേക്ക് വരുമ്പോഴേക്കും ഞാൻ രാവിലെ ഒരു പരിഭ്രമമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടിങ്ങനെ കുറേ നേരം നോക്കി ഇരിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ ഭയങ്കര. അതെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സൂര്യപുത്രിയൊക്കെ വന്ന സമയത്ത് ഒരു പെൺകുട്ടികൾക്കിടയിലെ റിബൽ സ്വഭാവം വല്ലാതെ, പെൺകുട്ടികൾ വല്ലാതെ ആ ഒരു ക്യാരക്ടറിനെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിരുന്നു. കാരണം റിബലായിട്ട് വീട് വിട്ടിറങ്ങി ഓക്കെ സ്വന്തമായി ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ആ സമയത്ത് സൂര്യപുത്രി വല്ലാതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. പ്രത്യേകിച്ചും എന്റെയൊക്കെ മനസ്സിൽ തന്നെയും സൂര്യപുത്രി എന്നുള്ള ക്യാരക്ടറാണ് എക്സാക്ട്ലി. അത് തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായും മനുഷ്യ. അതെ അതെ, പിന്നെ ആ സിനിമ കണ്ടിട്ട് അതും ഉള്ളടക്കവും രണ്ടും നമുക്ക് ഒപ്പത്തിനൊപ്പം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പാട്ടുകളും, രണ്ട് സിനിമയിലെയും പാട്ടുകളൊക്കെ ഇപ്പോഴും എത്ര വലിയ ഹിറ്റുകളായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫാൻ ആദ്യമായിട്ട് കണ്ട സമയം ഞാനൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച് ആണ് മാമിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയത്. അതിനുശേഷം ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണെങ്കിൽ പോലും നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യം, ഒരു ഉദാഹരണങ്ങൾ നമ്മുടെ മാമിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഹാർഡ് വർക്ക്, ഒരു അറിയാത്ത ഭാഷയിൽ ഒരു വക്കീൽ ഉപയോഗിക്കുന്ന അത്രയും സങ്കീർണമായിട്ടുള്ള വാക്കുകൾ, നീളമുള്ള ഡയലോഗ്സ്, 2-3 പേജുകൾ നീളമുള്ള ഡയലോഗുകൾ, അത് ഷോട്ടിന് മുമ്പ് നോക്കി പറഞ്ഞ് പഠിക്കുക അങ്ങനെയല്ല. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ സ്ക്രിപ്റ്റ് കയ്യിൽ ചോദിച്ച് വാങ്ങിച്ച് ഡയലോഗ്സ് പഠിച്ച് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കേട്ട് അതിങ്ങനെ പറഞ്ഞ് മാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ വെറുതെ ഡയലോഗ് പഠിച്ച് പറയുക എന്നുള്ളത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഏത് ഇമോഷനിൽ പറയണം എന്നുള്ളത് പോലും ആലോചിച്ച് പ്രിപ്പയർ ചെയ്ത് പറയുന്ന ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ട്. അത് പ്രൊഫഷണലി. അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതും എന്ത് ടെൻഷൻ വന്നാലും മാമിന് ഈ ഒരു മനോഹരമായിട്ടുള്ള ചിരി തന്നെയാണ് അപ്പോഴും. വളരെ കൂളായിട്ട് ഇരുന്ന് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക്, അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളും ഭയങ്കര റിലാക്സ്ഡ് ആവും. നമുക്ക് ഭയങ്കര കംഫർട്ട് ലെവൽ തരുന്നതും എല്ലാവരോടും അത്രയും നന്നായിട്ട് പെരുമാറി എല്ലാവരുടെയും ഭയങ്കര പൊന്നോമനയായിരുന്നു. നമുക്കവിടെ റോൾ ഉണ്ടായിരുന്നില്ലേ? അമല മാഡം ആയിരിക്കും. ഞാനിങ്ങനെ മാമിനെ നോക്കി ആരാധിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. Is it a fully women-oriented movie, right? I suppose if you say two powerful women
and about their lives, right? ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടറും ഉണ്ട്. അതായത് നമ്മുടെ കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ൻ നിഗം ആണ് ഇതിലത്തെ. അത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ പ്രശ്നം മാത്രം ചർച്ച ചെയ്ത് അതിൻ്റെ അങ്ങനെയല്ല. ഇതിൻ്റെ കഥയാണ്. ഇതിലത്തെ ശക്തരായിട്ടുള്ള 3 കഥാപാത്രങ്ങളാണ് ഈ 3 പേര്: സൈറ ബാനു, ആനി ജോൺ തറവാടി, ജോഷുവ പീറ്റർ. ഓക്കെ, അതാണ് കെയർ ഓഫ് സൈറ ബാനു എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ലെറ്റർ, അതായത് നമ്മുടെ ഈ ലെറ്റർ കൾച്ചറൊക്കെ നമുക്ക് മാറി വരികയാണല്ലോ. ഇപ്പോൾ SMS ആൻഡ് വാട്സാപ്പ് ആണല്ലോ നമ്മുടെയൊക്കെ ഒരു കൾച്ചർ. അപ്പോൾ കെയർ ഓഫ് സൈറ ബാനു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ശരിക്കും ആ സിനിമ എന്താണ് അതുമായിട്ട് കണക്റ്റഡ് ആയ ആ സിനിമയുടെ ഒരു സസ്പെൻസ് കളയാതൊക്കെ? അല്ല, അതിലും സസ്പെൻസ് പോവില്ല. കാരണം കെയർ ഓഫ് സൈറ ബാനു എന്ന് ഒരു പോസ്റ്റൽ അഡ്രസ്സ് എഴുതുന്ന രീതിയിൽ അത് എഴുതിയിരിക്കുന്നത് സൈറ ബാനു ഒരു പോസ്റ്റ് വുമൺ ആയതുകൊണ്ടാണ്. അതാണ് സൈറ ബാനുവിൻ്റെ ജോലി. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ നിലവിലൊരു സോഷ്യൽ സാഹചര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. കാരണം ഏറ്റവും അധികം കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വുമൻസ് സേഫ്റ്റി സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായ സമയമാണ്. ഇന്ന് പോലും വരുന്ന ചില ദിവസങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുമോ, നോർത്ത് ഇന്ത്യയിൽ മാത്രം കേട്ടിട്ടുള്ള പല വാർത്തകളുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസ് വരുമ്പോൾ പ്രത്യേകിച്ചും അതിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് പിന്നീട് ബാക്കി വരുന്നത്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഉണ്ടോ സൈറ ബാനുവിനും? ഇതിൽ സ്ത്രീകളെല്ലാവരും ശക്തര തന്നെയാണല്ലോ. ഇതിപ്പോൾ ശക്തരായിട്ടുള്ള 2 സ്ത്രീകളുടെ കഥയാണ് സൈറ ബാനു. ഈ 2 സ്ത്രീകൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടേണ്ടി വരുന്നത്, അതായത് ഇപ്പോൾ അതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകുന്നത്, അതിൻ്റെയൊക്കെയുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ കഥ. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലറിൽ പറയുന്നത് പോലെ ജോഷുവ പീറ്ററും സൈറ ബാനുവും രണ്ടും പരസ്പരം ചേരാത്ത പേരുകളാണ്. അപ്പം അമ്മ എന്ന് പറയുമ്പോൾ അമ്മയും മകനും ആണെന്നും പറയണു. ഇതെങ്ങനെയാണ് ഈ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഒരു കഥയിലേക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് സൈറ ബാനു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിൽ വന്ന് ഷൂട്ട്? നേരത്തെ തന്നെ നല്ല ഒരു ഇതിനു മുമ്പ് മലയാളത്തിൽ അഭിനയിച്ചപ്പോഴൊക്കെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അമല എന്ന് പറയുന്ന നടിയെ. എങ്ങനെയുണ്ടായിരുന്നു? രണ്ടാമത്തെ ഒരു റീ എൻട്രി ആണല്ലോ മലയാളത്തിലേക്ക്. യു ആർ നോട്ട് ഫസ്റ്റ് ഇൻ മലയാളം. അപ്പോൾ ഒരു റീ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു? I loved it. I thoroughly enjoyed it. I went walking on the streets, especially Fort Kochi, along the beach, and it was really nice. കുറച്ച് ദിവസം കൂടിയൊക്കെ കൊച്ചിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? No. എങ്ങനെയായിരുന്നു സൈറ ബാനുവിന്റെ സെറ്റിൽ? ഇപ്പോൾ ഈ എത്ര ടോട്ടൽ 20 ഡേയ്സ് തന്നെയായിരുന്നു അമല മാമിന്റെ ഡേയ്സ് 20 ദിവസമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മാസത്തോളം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമേ ഈ കഥ കേട്ടപ്പോൾ തന്നെ? പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു മനുഷ്യ തിരിച്ചെത്തിയ ശേഷം വന്ന സിനിമകളൊക്കെയും തന്നെ വുമൺ ഓറിയന്റഡ് മൂവീസ് ആയിരുന്നു. പിന്നെ ചെയ്ത എല്ലാ മൂവീസും വുമൺ ഓറിയന്റഡ് ആയിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനെയില്ല, അല്ലാത്ത സിനിമകളും ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പം ഒരു കമ്മിങ് ബാക്ക് ഇങ്ങനത്തെ കഥയാണെങ്കിലും നമ്മുടെ കഥാപാത്രം ഓക്കെ. സൈറ ബാനുവിലേക്ക് അട്രാക്ട് ചെയ്ത കാര്യം എന്തായിരുന്നു? സൈറ ബാനുവിലേക്ക് ഇതിൻ്റെ കഥ തന്നെയാണ് എന്നെ ആകർഷിച്ചത്. അത് തന്നെയാണ് ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നട്ടെല്ലായിട്ട്. ഏറ്റവും ഇപ്പോൾ മെയിൽ ഓറിയൻറ്റഡ് ആണോ ഫീമെയിൽ ഓറിയൻറ്റഡ് ആണോ എന്നുള്ളതിനെക്കാട്ടിലും ഒക്കെ ഉപരി ആളുകളുടെ മനസ്സിലേക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ആഴത്തിൽ പതിയാൻ ശക്തിയുള്ളൊരു കഥയുണ്ടെങ്കിലാണ് ഒരു സിനിമ നന്നാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ ആകർഷിക്കുന്ന കഥകളാണ്, അങ്ങനെ ഒരു കഥയാണ് സൈറ ബാനു. ഓക്കെ, ഈ സൈറ ബാനു അതായത് എല്ലാം അണിയറയിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപാട് പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് സൈറ ബാനു. അപ്പോൾ അത്തരത്തിലൊരു സിനിമ പ്രത്യേകിച്ചും മഞ്ജു ശശിയെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ആക്ട്രസ് കൈവയ്ക്കാൻ ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂ കമേഴ്സിനോട്, പ്രത്യേകിച്ചും ഈ സൂപ്പർ സ്റ്റാർസിനാണെങ്കിലൊക്കെ ഇവർ ചെയ്ത് ശരിയാകുമോ എന്നൊരു ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇല്ലല്ലോ, ഇപ്പൊ ഒരുപാട് ന്യൂ കമേഴ്സ് വരുന്നുണ്ട്. സൂപ്പർ സ്റ്റാർസ് ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ തന്നെ എത്ര പുതിയ സംവിധായകർക്കും ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും പുതിയ ആളുകൾ ഒരുപാട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ന്യൂ കമേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മലയാള ഫിലിമിന് മാറി വരുന്നുണ്ടോ? ന്യൂ കമേഴ്സ് വരണമല്ലോ, നല്ലല്ലേ പുതിയ ടാലന്റ്. ഇപ്പം ഇതിൽ എനിക്ക് സോണി ആണെങ്കിലും ഇതിൽ കഥ എഴുതിയ ഷാൻ, രണ്ടുപേരും ഞങ്ങൾ ഹൗ ഓൾഡ് ആർ യുവിൻ്റെ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊട്ടുള്ളൊരു പരിചയവും പിന്നെ അവർ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ റോഷൻ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു സോണിയെ, അപ്പോൾ സോണിയെ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ധൈര്യമാണ്. പിന്നെ ഇവരുടെ കഴിവിലുള്ള വിശ്വാസം
ആ തീർച്ചയായും ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു സൈറ ബാനുവിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനി അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ഇൻ ദീസ് ഡേയ്സ്? Yeah, I think the whole experience was unforgettable. First of all, managing Malayalam dialogues as a lawyer, it took a lot of focus and effort. The shooting, of course, was with so much ease. It went very fast, very efficiently done. Working with Manju, getting to know Manju, and making a new friend. That was wonderful. Getting to know Kochi as a city, enjoying nice Kerala food every day. Okay. The other difficult factor is Malayalam is the toughest language in the whole world. And how did you manage the dubbing time and shooting time? Yes, well, initially I did think, no, I don't think I can say these dialogues. My first reaction was that. But there is a thing to challenge yourself and push yourself out of your comfort zone and stop complaining. So that's what I told myself, stop complaining, little bit of discomfort and I'm complaining to myself, let me attempt this. And I requested for a language coach. So they appointed for me Soumya, who's excellent language coach, and we sat. She's a television anchor like you. She was busy with her program, so we used to have Skype lessons at 5 a.m. in the morning. ഇതിലൊരു പോസ്റ്റ് വുമൺ ക്യാരക്ടറാണ് നേരത്തെ പറയുണ്ടായി. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർമാരൊക്കെ, പക്ഷെ എൻ്റെ ഒന്നും ഓർമ്മയില്ല കേട്ടോ, ഞാനൊരു പോസ്റ്റ് വുമണിനെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു പോസ്റ്റ് മാസ്റ്റർ, എൻ്റെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർമാരായിരുന്നു, പോസ്റ്റ് വുമൺ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് വുമൺ എന്ന് പറയുന്നൊരു ക്യാരക്ടറേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് ഒരു അഡാപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നില്ലേ? ഇല്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മാൻ, കുട്ടിക്കാലത്ത് ഒരുപാട് പോസ്റ്റ്മാൻമാരെ, ഞാൻ ഒരു പോസ്റ്റ് വുമണിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതിലൊരു പോസ്റ്റ് ഓഫീസിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റ് വുമണിനെ ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ വെച്ച് കണ്ടു. എന്നിട്ട് അവിടെ കുറച്ച് സീൻസ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം ഈ ഒരു പോസ്റ്റ് വുമൺ ആണ് എന്നുള്ളതല്ല ഈ കഥയിലെ മെയിൻ ഒരു പ്രശ്നം, അതൊന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിൽ രണ്ട് പ്രത്യേകതകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള കഥാപാത്രത്തെ എൻ്റെ ജീവിതത്തിൽ ഇതിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മുസ്ലിം കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അതും ഒരു പോസ്റ്റ് വുമൺ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര പുതുമകളാണ്. ഞാൻ ഇപ്പം ഈ ഒരുപക്ഷെ പണ്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ്. അതിലൊന്നാണ് സൈറ ബാനു. ഓക്കെ, ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. പണ്ട് ഈ വാട്സാപ്പും മൊബൈലും ഒക്കെ വരുന്നതിന് മുമ്പ് കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ബന്ധുക്കൾക്കും കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ, എൻ്റെ ചേട്ടൻ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, സൈനിക് സ്കൂളിൽ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് എഴുതുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് എഴുത്തുകൾ വീട്ടിലേക്ക് വരുമായിരുന്നു. അതിന് മിക്കതിനും ഞാൻ മറുപടിയൊക്കെ അയക്കുമായിരുന്നു. ഇപ്പോഴും വരാറുണ്ട്. ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ കാലത്ത് കത്തുകളെ കൂടുതലും മറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സൈറ ബാനു വരുന്നത്, പ്രത്യേകിച്ച് കെയർ ഓഫ് സൈറ ബാനു വരുന്നത്. അങ്ങനെ അത്തരത്തിൽ കത്തുകൾ എഴുതുക, ഇപ്പോൾ കത്തുകൾ എഴുതുന്ന ശീലമുണ്ടോ? ഇപ്പൊ കത്തുകൾ എഴുതുന്നുണ്ട്, ആവശ്യങ്ങൾ വരാറില്ല. ഈ പറഞ്ഞ കൂടുതലും മെസ്സേജ്, ജസ്റ്റ് കോൾ, ഇതിന് തന്നെ. വീട്ടിലേക്ക് ഇപ്പോഴും ചില കത്തുകൾ ഒക്കെ വരാറുണ്ട്. ഇപ്പം സ്നേഹം അറിയിച്ചുകൊണ്ടും ആശംസകൾ ഉള്ള കത്തുകൾ വരാറുണ്ട്. പോസ്റ്റ് വുമൺ ആവാൻ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം പ്രിപ്പറേഷൻസ്, പ്രത്യേകിച്ചും അതിൻ്റെ ഒരു മാനറിസംസ് ഒക്കെ തീർത്തും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. നമുക്ക് പ്രത്യേകിച്ച് പരിചയമുള്ളൊരു മേഖലയല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടോ? ഇല്ല, അതിന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടുപഠിച്ചു. അതിൻ്റെ യൂണിഫോമുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി അതിനുവേണ്ട റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമും ഒക്കെ സ്റ്റൈൽ ചെയ്തത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന ജോലി സീലടിക്കുമ്പോൾ ഇങ്ങനെ ഒരു എഴുത്ത് മാറ്റുന്നതും അടുത്തതിൽ സീലടിക്കുന്നതും ഒരേ സമയത്തായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഒരു വഴക്കം എന്ന് പറയില്ലേ, അതുണ്ട്. പിന്നെ എഴുത്തുകൾ കൊടുക്കുന്ന അതിനൊരു പ്രത്യേക ബാഗും ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സൈറ ബാനു ഇൻ ദിസ് മൂവി?
ഷീ സൈറ ബാനു. അതാണ് ഞാൻ കെയർ ഓഫ് സൈറ ബാനു. ഓക്കെ, അപ്പോൾ I'm Annie John Tarwadi. ഓ, ഇൻ ദിസ് മൂവി ആനി ജോൺ തറവാടി ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം ഉള്ള ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന്റെ എത്രത്തോളം പവർഫുൾ ആയിരുന്നു ആ ക്യാരക്ടർ? Very powerful. She lives life on her terms. In fact, when he told me that it's a Syrian Christian, Annie John Tarwadi, I have a friend in Hyderabad who's a Syrian Christian. Her name is Shanta John. So I immediately said, Shanta, I'm coming for coffee. And I sat with her and I understood. And she told me how this community are very strongly educated and all the women work. They, they've gone all over the world and they've worked and they give a lot of importance to education. So I understood, okay, so there is no difference between this woman or any woman in the world. Education gives us that strength, no? That oneness with all. So that's why I said I can just be a strong woman. സ്ത്രീപക്ഷ സിനിമ എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു പേര്, അതിനോടൊപ്പം എന്നാൽ രണ്ട് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊപ്പം ഇതിൻ്റെയൊക്കെ ഒരു സസ്പെൻസ് പൊളിക്കാതെ എങ്ങനെയാണ് സൈറ ബാനുവിനെ വിലയിരുത്താൻ പറ്റുക? അല്ല, ഇതിൻ്റെ ട്രെയിലറിലെ ആദ്യത്തെ വാചകം അപർണ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ജോഷുവ പീറ്റർ, സൈറ ബാനു. പ്രായത്തിൽ മാത്രമല്ലല്ലോ, പേരുകളിലും ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ എന്ന് പ്രേക്ഷകരോട് ചോദിക്കുന്ന രീതിയിൽ ജോൺ പോൾ സാറ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ ഒരു എന്താണ് ഈ ജോഷുവ പീറ്ററും സൈറ ബാനുവും അമ്മയും മകനുമായിട്ട് എങ്ങനെയാണ് ഈ സിനിമയിൽ കഥയിൽ വരുന്നത് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ സിനിമ. അതിനപ്പുറത്തേക്ക് സസ്പെൻസ് ഒന്നും റിവീൽ ചെയ്യാനുള്ള അനുവാദമില്ല. ഈ ഒരു കഥാപാത്രം ഈ ഒരു പോസ്റ്റ് വുമൺ എന്നതിൽ കൂടി മാത്രം ജീവിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ്. പോസ്റ്റ് വുമൺ ആണ് എന്നുള്ളതല്ല ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതൊരു സിനിമയിലെ ഘടകമാണ് എന്നേ ഉള്ളൂ. പക്ഷേ സൈറ ബാനു അല്ലാണ്ടുള്ള പേഴ്സണൽ ജീവിതത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കഥയുടെ ഒരു ഭൂരിഭാഗവും വികസിക്കുന്നത്. ഒരു പോസ്റ്റ് വുമൺ എന്നുള്ളത് സൈറ ബാനുവിൻ്റെ ജോലിയാണ്. അത് ഈ സിനിമയിൽ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ സഹായിച്ചേക്കാം. അതൊക്കെ സിനിമ കാണുന്നു. ഓക്കെ, ശരി. ഇപ്പോൾ അമലയാണെങ്കിലും മഞ്ജു ആണെങ്കിലും രണ്ടുപേരും ഇപ്പോൾ വളരെയധികം ആക്റ്റീവാണ്. സാമൂഹിക വിഷയങ്ങളിൽ കൂടി കൃത്യമായ നിലപാടുകൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അത്തരത്തിൽ ശക്തമായൊരു നിലപാടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഒരു സോഷ്യൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനു വേണ്ടി ഒരു ലക്ഷ്യം എന്നുള്ളതല്ല. ഇതിൻ്റെ ഒരു കഥയിൽ കൂടി പല ലേയേഴ്സും ഉണ്ട് ഇതിന്. അതായത് നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട്, സാധാരണ ജീവിതത്തെ അങ്ങനെ അത്രയും തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരി, ഒരു സാധാരണ പോസ്റ്റ് വുമണായിട്ട് ജീവിക്കുന്ന സൈറ ബാനുവിനെ പോലെ ഒരു സാധാരണ പാവം ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നങ്ങളും. അപ്പോൾ ഈ ആനി ജോൺ തറവാടി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ് സൈറ ബാനുവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഏതൊരു ജീവിതത്തിലും ഉള്ളതുപോലെയുള്ള സന്ദേശങ്ങളും സന്ദർഭങ്ങളും ഒക്കെ സൈറ ബാനുവിലും ഉണ്ട്. Back out from film, but you are engaged with some other activities. Yeah. In fact, Nagarjuna always says I've been busier than him. Okay, what's the family support in these cases? Wonderful support. Yes, they're all so proud and they're so encouraging. അതെനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കാനാണ് നാഗ് സാറിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാറ്. അപ്പോൾ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും അമല മാമിൻ്റെ പേര് പറഞ്ഞിരിക്കും. ആക്ടിവിറ്റീസും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയും കൂടി അതിൻ്റെ ഇടയിൽ തുടങ്ങിയപ്പോൾ എപ്പോൾ കാണുമ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ടൈം ഹി വിഷ് മീ ഗുഡ് ലക്ക് ഫോർ ദ റിലീസ്. അപ്പോൾ എത്രയും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ് നാഗ് സർ. ഓക്കെ, അതായത് ഇപ്പോൾ അമല മാം വളരെ സജീവമാണ് എൻ ജി ഒസിലും ആക്ടിവിറ്റീസിലൊക്കെ. അത്തരത്തിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിൽ ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. All the best for your activities and all the best for your future and projects. Thank you, Aparna. Thank you.